ഈശോമിശിഹായ്ക്ക് ഈ പറയാൻ പോകുന്നത് വിശ്വാസം വരയ്ക്കുന്ന ഈശോയുടെ കുട്ടികൾ. നമ്മൾ എല്ലാവരും ഒരു ക്രിസ്ത്യാന കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളാവില്ല. അതിനായി പള്ളിയിലും ഈശോനെ സ്നേഹിക്കുകയും വേണം. നസറേത്തിലെ തിരുക്കുടുംബത്തിൽ ജനിച്ച ഈശോനെ പോലെ നമ്മൾ എല്ലാവരും വളരണം. ദൈവം ഈ ലോകത്തേക്ക് ഏറ്റവും വലിയ സമ്മാനം വെച്ചു. അതാണ് പുത്രനായ ഈശോ. ഈ ആധുനിക ലോകത്ത് വെല്ലുവിളികൾ നേരിടുന്ന ചോദ്യമുണ്ട്. ഈശോ എൻ്റെ ആര്? അതെ, ഈശോ എൻ്റെ ഏറ്റവും വലിയ പുത്രനാണ്. കുഞ്ഞുങ്ങളെ എന്തെടുത്തേക്ക് വിടുകയും സ്വർഗരാജ്യം അവർക്ക് വേണ്ടിയുള്ളതാണ്. വിശുദ്ധ ലൂക്ക സുവിശേഷം 2:52 ഇങ്ങനെ പറയുന്നു: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിലും മനുഷ്യരുടെ പ്രീതി നേടിയാണ് വളരുന്നത്. ഈശോ സ്ഥാപിച്ച കൂടാശകൾ ചെയ്ത് ഒരു നല്ല കുട്ടിയായി നമുക്ക് വളരാം. ഈശോനെ നമ്മൾ സ്നേഹിച്ച് കുട്ടിയായി വളരാം. ഉണ്ണീഷോ എൻ്റെ വലിയ കൂട്ടുകാരനാണ്. എൻ്റെ ഉണ്ണീഷോ പുൽക്കൂട്ടിലാണ് ജനിച്ചത്. എനിക്ക് ഉണ്ണീഷോയെ വളരെ ഇഷ്ടമാണ്. ഉണ്ണീഷോ എന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും ഉണ്ണീഷോയോട് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ആവശ്യമായതെല്ലാം ഉണ്ണീഷോ എനിക്ക് നൽകും. ഞാൻ എല്ലാ ദിവസവും രാത്രി ഉണ്ണീഷോയോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കും. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ണീഷോ ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലും എന്തെങ്കിലും വന്നാലും ഉണ്ണീഷോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പിടിച്ചു നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ കൈ പിടിച്ചു നടക്കും. പാവപ്പെട്ടവരെ സഹായിക്കും. സ്നേഹത്തോടെ മുന്നോട്ട് പറയുന്ന കേൾക്കും. നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും കൊലപാതകവും മറ്റുമാണ്. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ദൈവിക പിതൃത്വം. നമ്മുടെ ദൈവം എല്ലാവരുടെയും പിതാവാണ്. നമ്മുടെ ദൈവം എല്ലാവരുടെയും പിതാവാകുമ്പോൾ നാം എല്ലാവരും അവിടുത്തെ മക്കളാണ്. അതിനാൽ നാം എല്ലാവരും മാനവ സാഹോദര്യത്തിൽ ജീവിക്കേണ്ടവരാണ്. ഇതാണ് ദൈവിക പിതൃത്വവും മാനവ സാഹോദര്യവും തമ്മിലുള്ള ബന്ധം. 10 കൽപ്പനകളിൽ പറയുന്നു: നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. യാക്കോബ് 2:8. ഈ തിരുവചനത്തിലും 10 കൽപ്പനയിലും പരാമർശിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മുടെ സഹോദരനാണ് നമ്മുടെ അയൽക്കാരൻ. അതിനാൽ നാം എല്ലാവരെയും സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കും. നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും സാധിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖങ്ങളായി മാറും. ഇതിനായി നാം ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ആദിയിൽ തന്നെ ദൈവം നമ്മൾക്കായി നൽകിയ കൽപ്പനകൾ പാലിക്കുക. പുറപ്പാട് 19-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായി തീരുമെന്ന്. ഈ തിരുവചനത്തിൽ പറയുന്ന പോലെ നാം ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നാം എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീരുമെന്ന്. ഇതിനായി നാം ചെയ്യേണ്ട ആദ്യപടി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക. അവിടുന്ന് നമ്മൾക്കായി നൽകിയ മാതാപിതാക്കളെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, ഗുരുജനങ്ങളെ സ്നേഹിക്കുക. ഇങ്ങനെ നാം സ്നേഹത്തിൽ ജീവിക്കുന്നതിലൂടെ മാനവ സാഹോദര്യവും ദൈവിക പിതൃത്വവും നമ്മളിൽ വർദ്ധിക്കുന്നു. ഇങ്ങനെ എല്ലാ ദൈവസ്നേഹത്തിലും വർദ്ധിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും നിന്നുകൊണ്ട് കൊലപാതകങ്ങളും യുദ്ധങ്ങളും എല്ലാം ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കും. ഇതിനായി നാം എല്ലാവരും ദൈവിക പിതൃത്വത്തിലും മാനവ സാഹോദര്യത്തിലും ജീവിക്കുവാൻ വേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം പ്രത്യാശ നമ്മെ നിരാശയിലേക്ക് നയിക്കുകയില്ല എന്നതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രത്യാശ ഒരു വലിയ ശക്തിയാണ്. ദൈവം നമ്മെ കൈവിടുകയില്ലെന്ന് ഉറച്ച വിശ്വസിക്കുന്ന മനസ്സാണ് പ്രത്യാശ. പഴയ നിയമത്തിൽ ലോബിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തിലുള്ള പ്രത്യാശ കൈവിട്ടില്ല. അതുമൂലം ദൈവം അദ്ദേഹത്തിന് എല്ലാം ഇരട്ടിയായി തിരിച്ചു നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പീഡാനുഭവം പ്രത്യാശയുടെ മറ്റൊരു ഉദാഹരണമാണ്. ഈശോ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിലെല്ലാം എളുപ്പം നടക്കണമെന്നൊന്നുമില്ല. നമ്മൾക്ക് തോൽവി സംഭവിച്ചേക്കാം, മുന്നോട്ടുള്ള വഴി മങ്ങിപ്പോയേക്കാം. അപ്പോഴെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒന്നുണ്ട്, അതാണ് പ്രത്യാശ, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം.
പ്രത്യാശ നമ്മെ നിരാശരാക്കുകയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാട് വന്നാലും ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ട്. ദൈവം നമ്മെ കൈവിടുക എന്ന വിശ്വാസം നമുക്ക് ഒരു സമാധാനം നൽകുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മണ്ണിനടിയിൽ ഒരു വിത്ത് വീണ് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അത് കുട്ടി ഒരു പുതുജീവൻ പുറപ്പെടുവിക്കുന്നു. അതുപോലെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന നമ്മളുടെ ജീവിതത്തിലും ഒരു ജീവൻ കുട്ടി പുറപ്പെടുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരരെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തെന്നാൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഒരിക്കലും നിരാശരാകുകയില്ല. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വിധികർത്താവും സ്നേഹനില സൺഡേ സ്കൂളിലെ പ്രൊമോട്ടറുമായ ലുസിയ, ഇന്ന് ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവിക തൃത്വവും മാനവ സാഹോദര്യം എന്നുള്ള സബ്ജക്ട് ടോപ്പിക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു ബൈബിൾ കോട്ടിംഗ് ആണ്. ദൈവം സ്നേഹമാണ്. ഇനി നമുക്ക് ചോദിക്കാം, ആരാണ് ദൈവം, എന്താണ് സ്നേഹം? പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് ഒരു മാനവിക മൂല്യങ്ങൾ നഷ്ടമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്പരം സഹോദരം തുല്യമാണെന്ന് ജീവിക്കേണ്ടതെന്നുള്ള ബോധ്യം മറന്നുകൊണ്ട് വിജിപ്പിൻ്റെയും അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെയും പല രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും നമുക്ക് ക്രിസ്തുവിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 25 അധ്യായം വരെ പല വാക്യങ്ങളിൽ ഇമ്മാഊസിലെ യാത്രയിൽ ഈശോ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ശിഷ്യന്മാരെ കൂടെ നടക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ കുറച്ചു നേരം സന്ദേശത്തിന് ശേഷം അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം അവർക്ക് ക്രിസ്തുവാണ് അവരോട് സംസാരിക്കുന്ന രീതിയിൽ മനസ്സിലാവുന്നു. പലപ്പോഴും ഇന്നത്തെ യുവത്തിൻ്റെ അല്ലെങ്കിൽ യുവത്വം അതുപോലെ തന്നെ എല്ലാവരിലോടും നമുക്ക് കടന്നു ചെല്ലാനുള്ളത് നമ്മൾ അവരിൽ ഒരാളായി കടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ പോലെ അവരുടെ കൂടെ കടന്നുകൊണ്ട് ആ വാക്യങ്ങളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ മൗസിലെ യാത്ര 11 കിലോമീറ്റർ അല്ല, അതിൻ്റെ ഒരു കണക്കാണ്. ആ ഒരു യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും ദീർഘദൂരം സഞ്ചരിക്കണം. ഇന്നും നമ്മുടെ മനുഷ്യർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സിമ്പത്തി ഉണ്ട്, എമ്പത്തി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വേണം. നമ്മളെല്ലാവരും സഹോദര തുല്യമാണ്. അല്ലെങ്കിൽ എമ്പത്തി എങ്ങനെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പേര് പൈസയെ സഹായിക്കും. അങ്ങനെ കൊണ്ട് മാത്രമല്ല, അവരെ കൂടെ ആയിരിക്കാനും അവരെ കേൾക്കാനും അവരെ ശ്രമിക്കാനും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരാവുന്ന രീതിയിൽ അവരുള്ള സ്ഥലത്ത് അവരോട് കൂടെ അക്കമ്പനി ചെയ്ത് അവരറിയാനാണ്. അതിനുശേഷം അവർ നമ്മളോട് കൂടെ ആവും. അതേപോലെ തന്നെ പല പല സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഇപ്പം നൈജീരിയയിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സുഡാൻ ആക്രമണങ്ങൾ, ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങൾ, പല പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമായിക്കോട്ടെ പലപ്പോഴും നമ്മൾ ബന്ധുക്കൾ തമ്മിൽ സഹോദരമില്ലായ്മ അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരാം. ഇതെല്ലാത്തിൻ്റെ മൂല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തു പകർന്ന സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണുന്നില്ല. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയിൽ ഞാൻ ക്രിസ്തുവിനെ കാണാത്തത് കൊണ്ടാണ് ഈ ഒരു സാഹോദര്യം എന്നുള്ള കഴിവ് അല്ലെങ്കിൽ സാഹോദര്യം എന്നുള്ള പുണ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നഷ്ടമായി, ചെറുതോർക്ക് നഷ്ടമാകുന്നു. പക്ഷെ ഇതിൽ പ്രത്യാശയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും അനേകം യുവാക്കളോ അനേകം വ്യക്തികൾ ഈ ക്രിസ്തു നല്ല സ്നേഹം അല്ലെങ്കിൽ ക്രിസ്തു എന്ന നമ്മൾ കാണിച്ചെന്ന മാതൃക പടർന്ന് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നതും എനിക്ക് ഇങ്ങനൊരു അവസരം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു അന്തരീക്ഷത്തിലായിരിക്കുന്നത്. ഒന്നു മാത്രം പറയാനുള്ളൂ, ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് സാഹോദര്യമാണ്. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് വിജിപ്പല്ല. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എല്ലാവരെയും അവരെ ക്രിസ്തുവെ കാണാൻ, അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല മാതൃകയായി എല്ലാവരുടെയും കൂടെ ഒരു നല്ല സുഹൃത്തായി, നല്ലൊരു സഹപാഠിയായി, നല്ലൊരു സഹോദരനായി അല്ലെങ്കിൽ നല്ലൊരു സഹോദരിയായി ജീവിക്കാനും, നല്ല നമ്മുടെ സമരിയക്കാരനെ പോലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ജാതി മത ഏത് ക്രൈറ്റീരിയ ഡിഫറൻസിനെ മറികടന്നുകൊണ്ട് എല്ലാവരിലും ക്രിസ്തുവിനെ കാണാനും എല്ലാവരിലേക്കും ക്രിസ്തു നല്ല സമരിയക്കാരൻ കടന്നു വന്ന പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം എത്തിക്കുന്ന ചിത്രശലഭങ്ങളായി മാറിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിശ്വാസികളെ, ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. വിശ്വാസം അതല്ലേ എല്ലാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്തായിരിക്കും? എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു പരസ്യ വാചകമാണ്. നമ്മളെ ഏറെ സ്വാധീനിച്ച ഒരു പരസ്യവാചകം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് പലരുടെയും വിശ്വാസം വ്യത്യസ്തമാണ്. ചിലർക്ക് വിശ്വാസം തൻ്റെ കൂട്ടുകാരോടാണെങ്കിൽ, ചിലർക്ക് അത് സമ്പത്താണ്, പണമാണ്, ചിലർക്ക് ആൾ ദൈവങ്ങളാണ്,
പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ വചനത്തിലൂടെ ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഇന്ന് നമ്മൾ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടോ? ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വിശ്വാസത്തിൻ്റെ ശോഷണമാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് ഒരമ്മ എന്ന നിലയിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണത്തോടൊപ്പം ഈ വിശ്വാസം നൽകുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വിശ്വാസം നൽകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെല്ലാം ഇന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണോ എന്ന്. അല്ല, ഇതൊന്നും പഠിക്കേണ്ട കാര്യമല്ല. ഇതെല്ലാം നമ്മുടെ പൂർവികർ നമുക്ക് പാരമ്പര്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ മക്കൾക്ക് നമ്മൾ ഈ വിശ്വാസം നൽകുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പൂർവികർ, നമ്മുടെ അപ്പന്മാരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളടുത്ത് പറയുമായിരുന്നു, കുരിശ വരച്ചിട്ട് എഴുന്നേൽക്കുക, ഇന്ന് തന്ന ദിവസത്തിന് വേണ്ടിയിട്ട്. പലവരും തലേ ദിവസങ്ങളിൽ മരിച്ചുപോയവരുണ്ട്. ഇന്ന് നമുക്ക് ദൈവം ഈ ആയുസ് നൽകുന്നു ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ദിവസം നല്ലതാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. കുരിശ വരച്ചിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണത്തിന് മുമ്പ് നമ്മുടെ അപ്പനമ്മമാർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുരിശ വരയ്ക്കുക, ഇന്ന് നമുക്ക് ഈ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി പറയുക എന്ന് പറയാറുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ വിശ്വാസങ്ങൾ, ഇതെല്ലാം കുർബാന, രാവിലെ കുർബാനയ്ക്ക് പോവുക, കുമ്പസാരിക്കുക, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇന്ന് പകർന്നു നൽകുന്നുണ്ട്. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ ഇന്ന് തന്ന ദൈവത്തിന്, ഈ ദിവസം തന്നതിന്, ഇന്ന് നല്ല ഉറക്കം തന്നതിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? ഇതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഗാനമാണ്, 2 വരി. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിനല്ലാതെ, ഏകരക്ഷകനവനല്ലോ. ഇത് നമ്മളുടെ വിശ്വാസത്തിൽ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വേറെ വിശ്വാസങ്ങളിലേക്ക് പോകുന്നതാണ്. അവർ ഓർക്കേണ്ട ഒരു കാര്യം ഈ പാട്ടിന്റെ 2 വരികളിലാണ്. കാരണം നമ്മളുടെ രക്ഷ അത് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമാണുള്ളത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഈശോയ്ക്കും ഇഷ്ടം പോലെ ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 അപ്പോസ്തലന്മാർ കൂടാതെ ഒരു 72 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാരുടെ. ഇവരെന്നൊക്കെ കർത്താവ് പല സ്ഥലങ്ങളിലേക്ക് വിശ്വാസം പറയാനായിട്ട്, പ്രസംഗിക്കാൻ വേണ്ടി വിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഈശോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ നമ്മുടെ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, ഇങ്ങനെ ശിഷ്യന്മാരൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, നിനക്കും ഇവരെ പോലെ പോകണമോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈശോയെ, നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, നിത്യജീവന്റെ വാക്കുകൾ അത് നമ്മളുടെ ഈശോയുടെ പക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം, നമ്മളുടെ വചനം എടുത്തു നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 3 വചനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇത് തന്നെയാണ് പറയുന്നത്. ഈശോ നമ്മുടെ പത്രോസിന്റെ അടുത്ത് ചോദിക്കുന്നതാണ്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ പത്രോസ് പറയുന്നുണ്ട്, ഉവ്വ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്, എന്നാൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇത് തന്നെയാണ് നമ്മൾ 15, 16, 17 വാക്യങ്ങളിൽ യോഹന്നാന്റെ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വീണ്ടും ചോദിക്കുകയാണ് 3 തവണ. ഇത് തന്നെയാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നതാണ്. നമ്മളുടെ പേര് വിളിച്ച് ചോദിക്കുകയാണ്, ഇപ്പോ ഡയാന, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ ഞാൻ പറയുന്നതാണ്, ഉപ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ എന്നോട് പറയുന്നത് എന്താണ്? എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, നമ്മൾക്കുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ വിശ്വാസികളെ ഈശംശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞത്. കാരണം നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ചു മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് നന്ദി പറയുമ്പോഴും പറയുന്നത്, വിശ്വാസികളെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി. സ്തുതിയായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നെനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ദൈവിക പിതൃത്വവും മാനവിക സാഹോദര്യവും എന്നുള്ളതാണ്. ഈ ഒരു അവസരം തന്ന എല്ലാവരോടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവിക പിതൃത്വത്തിലേക്ക് നാം കടക്കുമ്പോൾ, ഞങ്ങളുടെ പിതാവായ കർത്താവെ, അങ്ങ് സ്വർഗത്തിലിരിക്കുന്നു. കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു വിഷയത്തിന്റെ മനോഹരമായ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവം നമുക്കേവർക്കും പിതാവാണെങ്കിൽ നാം മനുഷ്യരായ നാം ഓരോരുത്തരും അവിടുത്തെ മക്കളാണ്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ എൻ്റെ ഈ വിഷയത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവിക പിതൃത്വത്തിലേക്ക് നാം കടക്കുമ്പോൾ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം നമ്മളെ എല്ലാവരെയും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. അവിടെയാണ് പിതൃത്വത്തിന്റെ മഹാത്മ്യം നമ്മൾ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ തലയിലെ തലമുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പിതാവ് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ പിതാവ് നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ് എന്ന് ഈ വാക്യം നമ്മളോട് വിളിച്ചോതുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ യാതൊരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെ യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല. എല്ലാവരും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഒന്നാണ് എന്നതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും ഈ ഒരു സ്നേഹത്തിൽ നിന്നാണ് മാനവിക സാഹോദര്യം ഉടലെടുക്കുന്നത്. കാരണം ക്രിസ്തു നമുക്ക് എല്ലാവർക്കും പിതാവാകുമ്പോൾ മനുഷ്യരായ നമ്മൾ എല്ലാവരും സഹോദരന്മാരാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത് എന്നാണ്. അതായത് നാം ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്, ക്രിസ്തുവിനെയാണ് സേവിക്കുന്നത് എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരായ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും സാഹോദര്യത്തിൽ വളരുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ സേവിക്കുന്നു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവിതം തന്നെ സാഹോദര്യത്തിന് ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമായിരുന്നു. നല്ല ശമരിയക്കാരന്റെ ഉപമ എടുത്തു നോക്കിക്കേ, അവിടെ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, മനുഷ്യൻ തമ്മിലുള്ള മനുഷ്യനെ മനസ്സിലാക്കുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് നാം അവിടെ കാണുന്നത്. ഇത് മാനവീയ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി നാം കാണുന്നു. വിശുദ്ധ പോപ്പ് ഫ്രാൻസിസ് തന്റെ ഫ്രാറ്റർലി ട്യൂട്ടി എന്ന സന്ദേശത്തിൽ നമ്മളോട് ഇപ്രകാരം അറിയിക്കുന്നു, ലോകം വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും ഇടയിൽ കിടന്ന് തിരിയുമ്പോഴും ക്രിസ്ത്യാനികളായ നമ്മൾ, അല്ലെങ്കിൽ മനുഷ്യരായ നമ്മൾ സാഹോദര്യത്തിന്റെ സന്ദേശവാഹകരായിരിക്കണം എന്നുള്ളതാണ്. ഈ സന്ദേശവാഹകർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ മാനവീയ സാഹോദര്യത്തെ നമ്മൾ മനുഷ്യർക്ക് മുമ്പിൽ കാണിക്കേണ്ടത്. നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ ഒക്കെയും നമ്മൾ മാനവിക സാഹോദര്യത്തിന് ഉതകുന്നതായി ജീവിക്കണമെന്നാണ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു മാനവീയ സാഹോദര്യം നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ഇത് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ച് കാണിക്കേണ്ട ഒന്നാണ് ഈ മാനവീയ സാഹോദര്യം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ അത്രത്തോളം സ്നേഹിക്കുമ്പോൾ, നമ്മളെ മക്കളായി കരുതുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുടെ വേദനകളിൽ അവരുടെ കണ്ണുനീരൊപ്പുമ്പോൾ, ദരിദ്രരോട് ചേർന്ന് നിൽക്കുമ്പോൾ, മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ സഹായമാകുമ്പോൾ, ആരോരുമില്ലാത്തവർക്ക് നമ്മൾ ഒരു താങ്ങായി നിൽക്കുമ്പോൾ, അവരുടെ കണ്ണുനീരൊപ്പുമ്പോൾ, ഇതെല്ലാം മാനവീയ സാഹോദര്യത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ ഒരു മാനവീയ സാഹോദര്യമാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, സ്നേഹത്തിലൂടെയാണ് എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ എന്നെല്ലാവരും അറിയുക എന്നതാണ്. ഈ ഒരു സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ളതിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. ഈ ഒരു സ്നേഹത്തിലൂടെ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും പ്രാപ്തരായിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കായനോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെയാണ്? അപ്പോൾ കായനൊരു ഉത്തരമില്ലായിരുന്നു. എന്നാൽ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ഇപ്പോഴും ദൈവം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും, നിന്റെ സഹോദരൻ എവിടെയാണ്? അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് സാധിക്കണം, കർത്താവേ, ഞാനിവിടെ ഉണ്ട്, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ കരുതുന്നു. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ഉത്തരം. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ആകുന്നു എന്നുള്ളതിലൊരു അഭിമാനം കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈ ഒരു ഉത്തരത്തിൽ അങ്ങനെ തന്നെ
പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളായ മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ആ മാനവിക സാഹോദര്യത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സർവ്വവിശുദ്ധിയും കവിയുന്ന യേശുവിന്റെ സമാധാനം നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരുവെഴുത്താണ്. കാലം ചെയ്തെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കായി തുറന്നു തന്ന പ്രത്യാശയുടെ വാതിൽ ഈ വർഷം അവസാനത്തോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഈ പ്രത്യാശയുടെ വാതിലൂടെ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും വിശ്വാസവും പകരുവാനായിട്ട് വലിയ വാതിലുകളാണ് തുറന്നിരിക്കുന്നത്. ഈ പ്രത്യാശയുടെ വാതിലുകൾ കടന്നു ചെല്ലുവാനായിട്ട് വിശ്വാസ സമൂഹം ഈ അവസരം ഉപയോഗിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കായി തന്നിരിക്കുന്നത്. തുടർന്ന് വന്ന ലിയോ 14 മാർപ്പാപ്പയും ഈ പ്രത്യാശയുടെ വാതിലെക്കുറിച്ച് വിശ്വാസികൾ എപ്രകാരം അത് ഉപയോഗിക്കണമെന്നും പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ ഈ പ്രത്യാശയുടെ വാതിലൂടെ കടന്നു ചെല്ലണമെന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ 15-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. ഈ തിരുവചനം വളരെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു തിരുവചനമാണ്. റോമർ 15:13 പ്രത്യാശയുടെ ദൈവമാണ്. ആ വചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു: പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ സകല സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന്. ഈ പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശയുടെ ഈ വചനത്തിന്റെ ആപ്തവാക്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ വാതിലുകൾ വിശ്വാസികൾക്കായിട്ട് ഈ വർഷം തുറന്നിരിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുതൽ യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ വരെ ഈ പ്രത്യാശയിലൂടെയാണ് കടന്നു വന്നത്. പ്രത്യാശയോടുകൂടി അബ്രഹാം തന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചപ്പോൾ അബ്രഹാത്തിന് വർഷങ്ങൾക്ക് ശേഷം 100 വയസ്സിന്റെ അടുത്ത് വന്നപ്പോൾ ആണ് ഒരു മകനെ ലഭിച്ചത്. വീണ്ടും ആ മകനെ ദൈവത്തിന് വേണ്ടിയിട്ട് ബലിയായി സമർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോഴും പ്രത്യാശയോടുകൂടി നിരാശപ്പെടാതെ തൻ്റെ ദൈവം തൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് മാത്രമേ എല്ലാം ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ ബലിയർപ്പിക്കുവാനായിട്ട് മോറിയ മലയിലേക്ക് ചെന്ന നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം നമുക്ക് പ്രത്യാശയുടെ ഒരു മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് മനുഷ്യർക്ക് തെറ്റുപറ്റുന്നതും അവർ ആത്മഹത്യയിലേക്കും മറ്റുള്ള തിന്മയിലേക്കും പോകുന്നത്? അതിൻ്റെ ഒരൊറ്റ കാരണം ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ വാതിലുകൾ സഭയ്ക്കായി തുറന്നു തന്നിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു, വ്യക്തി ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ പ്രത്യാശയിൽ വ്യാപരിക്കുവാനായിട്ട് ഇന്ന് നമ്മളെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ആപ്തവാക്യം വിശ്വാസത്തിന്റെ വാതിലുകൾ തുറന്ന് തന്നിരിക്കുന്നത് നമുക്ക് വളരെ ഏറെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ആ വിശ്വാസത്തിലൂടെ ദൈവത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രത്യാശയിൽ വ്യാപരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും ഈ ആപ്തവാക്യം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള ആപ്തവാക്യം ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് പ്രത്യാശയിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. റോമർ 8:28 ഇപ്രകാരം പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്കായി തീർക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാക്യവും ഒപ്പം റോമർ 15:13 വാക്യവും പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിച്ചുകൊണ്ട് പ്രത്യാശയുടെ ഈ കവാടത്തിലൂടെ കടന്നുകൊണ്ട് നമുക്ക് യേശുവിനോട് ചേർന്ന് വിശുദ്ധിയും സമാധാനത്തിലും ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.